നമുക്ക് ആലപ്പുഴയിലേക്കൊന്ന് പോകണം. വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട്. ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതിമാർ മരിച്ചതിൽ അന്വേഷണം. ചെന്നിത്തല സ്വദേശികളായ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. വീടിന് തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. കൊലപാതകമാണോ എന്ന് പരിശോധിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട് തത്സമയം. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ദൃശ്യങ്ങളും നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. ദുരൂഹമായിട്ടാണ് തീപിടിച്ചിരിക്കുന്നത്. 90 വയസ്സ് കഴിഞ്ഞ രക്ഷിതാക്കളാണ്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണോ ഈ തീ പടർന്നത് അഥവാ തീ പടർത്തിയത്? എങ്ങനെയാണ് തീപിടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മകൻ വിജയൻ അല്ലേ, അദ്ദേഹം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. ആലപ്പുഴ മാന്നാർ കോട്ടപ്പടിയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത്. എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നതാണ് ഈ തീ പിടിച്ച വീട്. ഇന്നലെ ഇവിടെ അന്തി ഉറങ്ങിയിരുന്നത് 92-കാരൻ രാഘവൻ, അദ്ദേഹത്തിൻ്റെ പത്നി 88-കാരി ഭാരതി. അവർ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഈ വീട്ടിൽ ബന്ധു മരിക്കുകയായിരുന്നു. അയൽപ്പക്കക്കാരാണ് ഈ വീടിന് തീ പിടിക്കുന്നത് ആദ്യം കണ്ടത്. ഇതിൻ്റെ പരിസരത്തൊക്കെ വീടുകളുണ്ട്. ആ ദൃശ്യമൊന്ന് കാണിക്കാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ധാരാളം വീടുകളുണ്ട്. ആ വീട്ടിലുള്ള ആളുകളാണ് ആദ്യം ഇവിടെ തീ പിടിക്കുന്നത് കണ്ടത്. അവർ ഇങ്ങോട്ടേക്ക് ഓടിയെത്തി. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം തീ പൂർണ്ണമായും പടർന്ന് പിടിച്ചിരുന്നു. അതിനുശേഷം ഈ നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിച്ചു, പോലീസിനെ വിവരം അറിയിച്ചു. ഇവിടെ മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം, ഈ കോട്ടമുറി എന്ന സ്ഥലമുള്ളത്. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തി, ആംബുലൻസ് വരുത്തി. അതിനുശേഷം ഈ കത്തിക്കരിഞ്ഞ നിലയിൽ ഇവിടെ കിടന്നിരുന്ന മൃതദേഹ ഭാഗങ്ങൾ പിന്നീട് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. തീപിടിച്ച ആ സമയം തന്നെ ആർക്കും ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദമ്പതികളുടെ മകൻ വിജയൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്, മാന്നാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് ഈ വിജയനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് പറയുന്നത് ഇപ്പോൾ ഈ വീടിന് തൊട്ട് സമീപത്ത് ഒരു പാടമാണുള്ളത്, വയലാണുള്ളത്. ആ വയലിന്റെ ഭാഗത്ത് ഇന്ന് പുലർച്ചെ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാത്രം മാറി പാടത്തിന്റെ ഒരു കരയിൽ നിന്നും ഈ വിജയനെ പിടികൂടുകയായിരുന്നു പോലീസ്. അതിനുശേഷം വിജയനെ ഇപ്പോൾ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്നുള്ളത് ഇത് ഒരു കൊലപാതകം എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള സൂചനകൾ വിജയനിൽ നിന്നും ലഭിച്ചതായി നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഏതായാലും ഈ വിജയൻ എന്നുള്ള ആൾ, ഇവരുടെ മകൻ, ഈ ദമ്പതികൾക്ക് 5 മക്കളാണ് ഉള്ളത്. അതിൽ 3 പേർ മരണപ്പെട്ടു, 2 പേരാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. അതിൽ ഒരാളാണ് വിജയൻ. വിജയൻ നേരത്തെ ഇവിടെ വന്ന് മാതാപിതാക്കളുമായി നിരന്തരം തർക്കത്തിലേർപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ പരിക്കേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. ആശുപത്രിയിലൊക്കെ ചികിത്സ തേടിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം രാഘവന്റെയും ഭാരതിയുടെയും മകളുടെ ഭർത്താവ്, ആ മകൾ മരിച്ചുപോയി, ആ മകളുടെ ഭർത്താവ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. താങ്കളുടെ പേരെങ്ങനെയാ? ഇതെന്താ സംഭവിച്ചത്? ശരി, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മോൻ തന്നെ കൊന്നതാണ്. മോൻ എന്ന് പറഞ്ഞാൽ മെനങ്ങാൻ അടിച്ച് അവരെ പരിക്ക് പറ്റിക്കുകയോ ചെയ്തു. എന്നിട്ട് പറഞ്ഞായിരുന്നു ചത്തില്ല തല്ലിക്കൊല്ലുമെന്ന്. അങ്ങനെ മോൻ തന്നെ, ഞങ്ങൾ രാവിലെ വന്ന് ശവം നോക്കുമ്പോൾ കട്ടിലെ തന്നെ 2 പേരെ ശവം കത്തി കിടക്കുന്നത് ആ മൂലയ്ക്ക്. നമ്മൾ മോൻ കൊന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ പറയുന്നത്. വിജയൻ കുടുംബമായി വേറെയാണോ മാറിയാണോ താമസിക്കുന്നത്? ഭാര്യയായിട്ട് അവിടെ കേട്ടത്തില്ല, അവരുമായിട്ട് പിണങ്ങി താമസിക്കുക. അതുകൊണ്ട് അവിടെ താമസിക്കാറില്ല. ആൾ വേറെ ആയിട്ട് വീട് നോക്കാൻ ഏൽപ്പിച്ച് അവിടെ താമസിക്കുക എണ്ണയ്ക്കായിട്ട്. അവിടുന്ന് അമ്മയും അമ്മയുടെ 2 കൊച്ചുമക്കളോട് വിളിച്ചു വരുത്തിയതാണ് ഒരു 5 മാസത്തിന് മുമ്പ്. ഇവിടെ താമസിക്കാൻ വേണ്ടി. താമസിക്കാന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ കമ്മിറ്റിയിൽ അംഗമാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. എന്നിട്ട് എൻ്റെ പേര് കേസ് കൊടുത്തായിരുന്നു, അമ്മയെ അടിച്ചെന്നും വേണ്ട 5 മാസത്തിന് മുമ്പേ. ഞാൻ സിയെ പറഞ്ഞാൽ ഇവിടുന്ന് മാറി താമസിക്കും. ഞാൻ ഇവിടുന്ന് മാറി താമസിച്ചു. വിജയൻ ഇന്നലെ ഈ വീട്ടുപരിസരത്ത് വന്നിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു? ഇവിടെ സൈക്കിളിൽ കോട്ടമുറിക്കൊക്കെ ഉണ്ടായിരുന്നു, കണ്ടവരുണ്ടോ? 9 മണിക്ക്. എന്നിട്ട് ഇവിടുന്ന് വടക്കേ വീട്ടുകാരും കണ്ടോ, വടക്കോട്ട് ഓടിയിട്ട് കണ്ടവരുണ്ട്. ഉടുപ്പില്ലാതെ രാവിലെ പിടിച്ചത് വടക്കോട്ട് കണ്ടത് അവിടെ പാത്തിരിക്കുമായിരുന്നു. വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും വെള്ളമുണ്ട്, ഞാനും ഉണ്ടായിരുന്നു കൂടെ. മദ്യപിച്ച അവസ്ഥയിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾ എപ്പോഴാണ് ഇവിടേക്ക് വന്നപ്പോഴാണ് വിവരം? ഈ 3 മണിയാകുമ്പോൾ വന്നു. ഇവിടെ കത്തി വിളിച്ചു പറഞ്ഞ് അന്നേരം ഇവിടെ വന്നപ്പം ഫയർഫോഴ്സൊക്കെ പിന്നെ വന്നത്. ഞങ്ങളിവിടെ ഓസ് ഓണാക്കി അടിക്കാൻ നോക്കിയപ്പോൾ ആളിൻ്റെ അനക്കമില്ല. പിന്നെ നോക്കുമ്പോൾ ശരീരം അതിന് മുമ്പേ കത്തിപ്പോയി. അന്നേരം നേരത്തെ കത്തിച്ചതാണ്, കട്ടിലുൾപ്പെടെ കത്തിച്ചുകൊണ്ട് അത്രയും ശരീരം കത്തിപ്പോയത്. അരുൺ, ബന്ധുക്കൾ പറയുന്നത് ഇത് ഒരു കൊലപാതകം തന്നെയാണ് എന്നാണ്. കാരണം മകൻ വിജയൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിരുന്നു, മാതാപിതാക്കളെ ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെയും ഈ പരിസരത്ത് വിജയനെ കണ്ടവരുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബന്ധുക്കൾ അറിയിച്ചത് പ്രകാരം തന്നെയാണ് മാന്നാർ പോലീസ് ഇപ്പോൾ വീടിന് സമീപത്തെ വയലിൽ നിന്നും, ആ വയലിന്റെ കരയിൽ നിന്നും ഇപ്പോൾ വിജയനെ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും വീട് പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. ഇത് പഴക്കമുള്ള വീടാണ്, ആസ്ബസ്റ്റോസ് ഷീറ്റാണ് ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ആസ്ബസ്റ്റോസ് ഷീറ്റ് പൂർണ്ണമായിട്ടും അത് കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. ഒരു ഗ്യാസ് സിലിണ്ടർ
സിലിണ്ടർ നമുക്കിവിടെ കാണാം. പക്ഷേ അത് ഈ ഗ്യാസ് സിലിണ്ടർ ഈ ഗ്യാസ് സിലിണ്ടർ ഇവിടെയുണ്ട്. ഏതായാലും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചില്ല. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഇവിടെ മണ്ണെണ്ണയുടെ മണം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും. വീടിന്റെ സമീപത്ത് തന്നെ മണ്ണെണ്ണയുടെ ഒരു ഗന്ധവും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇത് ആസൂത്രിതമായി ഈ വീടിന് തീ വെച്ചു എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. പോലീസും ആ രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതെ അരുൺ, വീടിനകത്ത് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഒരു സ്റ്റീൽ അലമാരയാണ്. അതും പൂർണ്ണമായി വെന്ത അവസ്ഥയിൽ തന്നെയാണ്. ആസ്ബറ്റോസ് ഷീറ്റുകളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് പോലീസ് ഈ വീടിന്റെ ചുറ്റും സുരക്ഷിതമായി വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ആരും അങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ തെളിവുകൾ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട്. പക്ഷേ അവശിഷ്ടങ്ങൾ നമുക്ക് ഈ ഒരു പോലീസ് ക്രോസ് ലൈനിന്റെ പുറത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആസ്ബറ്റോ ഷീറ്റുകളും ഒപ്പം തന്നെ മരത്തടികളുമുണ്ട്. ഇതിന്റെ മേൽക്കൂരയെല്ലാം മരത്തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതെല്ലാം പൂർണ്ണമായി കത്തിപ്പോയി. ഏതായാലും പ്രദേശവാസികൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് റോഡരികാണ്, പ്രധാനപ്പെട്ട ഒരു പാതയുടെ മീറ്ററുകൾ മാത്രം മാറിയാണ് ഈ വീടുള്ളത്. ഇവിടെ എല്ലാം ജനവാസ കേന്ദ്രം തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഒരു തീപിടുത്തമുണ്ടായാൽ ആളുകൾക്ക് ഓടിയെത്താൻ കഴിയും. പക്ഷേ എന്നിട്ട് പോലും ഈ വീടിനുള്ളിൽ നിന്ന് ഈ പ്രായമായ ദമ്പതികളെ, വൃദ്ധ ദമ്പതികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മകൻ വിജയൻ ഇപ്പോൾ മാന്നാർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായി വിജയനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അരുൺ, വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് പ്രവീൺ എത്തുന്നത് മാന്നാറിൽ നിന്ന്. 92 വയസ്സുണ്ട് ആ അച്ഛന്, 88 വയസ്സുണ്ട് ആ അമ്മൂമ്മയ്ക്ക്. അവർ രണ്ടുപേരും ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. പ്രായമേറിയ മനുഷ്യരാണ്. 5 മക്കളാണ്. അതിൽ 3ാമത്തെ ആളാണ് ഈ വിജയൻ. ആ വിജയനാണിത് ചെയ്തതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ആ മനസ്സുണ്ടാവുക ആ സമയത്ത്? സ്വന്തം അച്ഛനും അമ്മയും, അത് 92 വയസ്സല്ലേ, ഇനി എത്ര കാലം ബാക്കിയുണ്ടാവും? തീ കൊളുത്തി കൊല്ലുക. ആ തീ വിളിക്കുന്ന സമയത്ത് മോനെ എന്നായിരിക്കില്ലേ, എടാ വിജയ എന്നായിരിക്കില്ലേ ഒരുപക്ഷെ വിളിച്ചിട്ടുണ്ടാവുക ആ അച്ഛനും അമ്മയും എന്നുള്ളതാണ്. സങ്കടകരമായ വാർത്തയാണ് രാവിലെ വരുന്നത് മാന്നാറിൽ നിന്ന്.